بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, ആരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? തരിശാൽ കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തയുമായി അറബികളെ ഇരുട്ടിൽ നിന്നകറ്റി അവരിൽ നിന്നുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലായ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളുമാക്കി വിനയത്തിന്റെ കിട ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബയേക്കാൾ അർബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയ ശുദ്ധി കൊണ്ട് ചിട്ടാവിലേക്ക് അടുക്കുന്നവർക്ക് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ അസ്തമായി വിമോചനത്തിന്റെ പാദം തെളിയിച്ച ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാധീനവും സമ്പത്തും മനാധിപത്യവും മുത്തും മാണികവും മരുതകമെല്ലാം തന്റെ കാലിന്റെ അടിയിലിരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടച്ചുയർത്തിയ മൻസൂരിന്റെ വീട്ടിൽ ഈന്തപ്പനയോലയിൽ കൊണ്ട് കൂടക്കവിയില്ലാതെ സ്വന്തം കൈ കൊണ്ടടിച്ച് വൃത്തിയാക്കി കീറപ്പായ് വിരിച്ച് ഇല്ലാത്ത ഫാനില്ലാത്ത മരുഭൂമിയുടെ മണ്ണിൽ അന്ത്യമടങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമ്പോൾ യാ ഉമ്മത്തി എന്ന് പൊട്ടിക്കരഞ്ഞ നേതാവുണ്ടെങ്കിൽ അത് ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പൊന്നാര നബിയെ സ്നേഹിക്കുകയും സ്വലാത്ത് ചൊല്ലുക വേണം. അതിന്റെ നാഥൻ തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.